അടുത്തതായിട്ട് നമുക്ക് ഉദ്ഘാടന ഭാഷണത്തിന് സജീവൻ അന്തിക്കാടിനെ ക്ഷണിക്കാം. സജീവൻ അന്തിക്കാടിനെ കുറിച്ച് സ്വാഗത പ്രസംഗം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ലോകപ്രശസ്തനായ അധ്യാപകനും തത്വചിന്തനും ശാസ്ത്രജ്ഞനുമായ യുവാൽ നോഹ ഹരാരിയുടെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് എന്ന പുസ്തകത്തിനെ അവലംബമാക്കി സജീവൻ ഹോമോസാപ്പിയൻസ് എന്നൊരു ബുക്ക് രചിച്ചിട്ടുണ്ട്. പിന്നെ സ്വതന്ത്ര ചിന്താ പ്രഭാഷകനാണ്, ഒരു യൂട്യൂബറാണ്. കൂടാതെ നമ്മുടെ ടൊവിനോയും സാസികയും സജീവൻ്റെ സിനിമകളിൽ കൂടിയാണ് ആദ്യമായി ചലച്ചിത്ര ലോകത്തേക്ക് വന്നത്. അപ്പോൾ സജീവനെ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിഷയത്തിൽ സജീവനെ ഏറെ പറയാനുണ്ടാകും. അത് ഈ വിഷയത്തിലെ അനുബന്ധിച്ച് സംസാരിക്കുവാനും അങ്ങനെ ഉദ്ഘാടനം നടത്തുവാനുമായിട്ട് ശ്രീ സജീവൻ അന്തിക്കാടിനെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നത് എടുത്താൽ പൊന്താത്ത ഒരു വിഷയമാണ് ഈ മെട്രോ ഫിലിം സൊസൈറ്റി ഇന്ന് സെമിനാറിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ്. സമകാലീന സിനിമയും പ്രതിരോധ രാഷ്ട്രീയവും കേൾക്കുമ്പോൾ സിമ്പിളാണ്, കാരണം ഒന്ന് സിനിമയാണ്, അത് വെരി സിമ്പിളാണ്. പിന്നെ രാഷ്ട്രീയം, അത് വെരി വെരി സിമ്പിളാണ്. അപ്പോൾ കേൾക്കുമ്പോഴൊക്കെ അത് സിമ്പിളാണ്, ലളിതമാണ് വിഷയമെങ്കിലും ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയവും സിനിമയും പ്രായോഗിക തലത്തിൽ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് രീതിയിലാണ് അത് സമൂഹത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഇടപെടലാണ്, എന്നാൽ സിനിമ ഇടപെടുന്നത് സ്ട്രെയിറ്റ് അല്ല, പിന്നെയും കൂടിയാണ്, അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് സമൂഹത്തിൽ ഇടപെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രാഷ്ട്രീയം ഒരു വലിയ പ്രക്രിയ തന്നെയാണ്. നമ്മളിപ്പോൾ രാഷ്ട്രീയം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ആരോടും അതിൻ്റെ നിർവചനമൊന്നും പറയേണ്ട കാര്യമില്ല. ഇത്രയധികം ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം. അവർ തമ്മിലടിച്ച് ചാവാൻ വിടാതെ അവരെ നിയന്ത്രിക്കണം. ഉള്ള വിഭവങ്ങൾ ന്യായമായും തുല്യമായും പങ്കുവെക്കണം. ഇതിനൊക്കെ ഒരു വ്യവസ്ഥയും നെറിവൊക്കെ ഉണ്ടാവണം. ഈ വ്യവസ്ഥയും നെറിവുമാണ് ആക്ച്വലി ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ പറയാ ഫോർമൽ പൊളിറ്റിക്സ്. ഫോർമൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് നമ്മൾ കാണുന്ന രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്, എലക്ഷൻ ഉണ്ട്, ഭരണഘടനയുണ്ട്, നിയമം നിർമ്മിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന ഫോർമൽ പൊളിറ്റിക്സ്. എന്നാൽ ഇതല്ലാത്തൊരു പൊളിറ്റിക്സാണ് ഈ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ കേവലം നമ്മൾ ഈ പറയുന്ന പോലെ ഭരണമാറ്റമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, അതിനേക്കാളും മേലെയുള്ള ഒരു സംഭവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അവിടെ വരുന്ന വിഷയങ്ങളാണ് മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ലിംഗസമത്വം, ജാതി വിരുദ്ധത, സാമൂഹ്യ നീതി, ഇതിനൊക്കെ വേണ്ടി നിലകൊള്ളുന്ന ഒരു പൊളിറ്റിക്സിനെയാണ് നമ്മൾ ഈ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ്. ഈ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സാണ് ഓരോ വ്യക്തിയിലെയും മൂല്യങ്ങളെയും അതുപോലെ തന്നെ അയാളുടെ ചിന്താഗതിയെയൊക്കെ രൂപപ്പെടുത്തുന്നത് ഈ പൊളിറ്റിക്സാണ്, അല്ലാതെ സ്ഥാനമാനത്തിൻ്റെ പൊളിറ്റിക്സ് അല്ല. ഈ സ്ഥലത്തേക്കാണ് സിനിമ ഇടപെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിനിമയുടെ ഇടപെടൽ അത് പിന്നീട് കൂടെയാണ്, അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്ന് പറഞ്ഞത്. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ഇന്ത്യയിൽ സിനിമ ഒരു പ്രതിരോധം എന്ന നിലയിലല്ല ഇടപെടുന്നത്. അത് വേറൊരു രീതിയിലാണ്, പോസിറ്റീവായിട്ടല്ല അത് ഇടപെടുന്നത്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അത് അനുരോധമായിട്ടാണ്, നെഗറ്റീവായിട്ടാണ് അതിൻ്റെ ഒരു ഇടപെടൽ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ അവരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരൊക്കെ ഒരു മതജീവികളായാണ് ജീവിക്കുന്നത് എന്ന്. അതിൻ്റെ പ്രധാന കാരണം തന്നെ സിനിമകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും, സീരിയലുകളിൽ കണ്ടെത്താൻ കഴിയും, ഇപ്പോൾ വാട്സപ്പിലും റീൽസിലും നമുക്ക് അത് കണ്ടെത്താൻ കഴിയും. സിനിമ തുടങ്ങുന്ന കാലം മുതൽ 100 വർഷം മുമ്പ് നമ്മൾ ചിന്തിച്ചാൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും
ഇന്ത്യയിൽ ആദ്യം ഉണ്ടാകുന്നതൊക്കെ പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മതകഥകളായിരുന്നു എന്ന് കാണാൻ കഴിയും. ആദ്യത്തെ സിനിമ തന്നെ രാജാ ഹരിശ്ചന്ദ്രയാണ്. അതിൻ്റെ കഥ നമുക്കറിയാലോ. അതുപോലെ മോഹിനി ഭസ്മാസുർ എന്ന് പറഞ്ഞൊരു സിനിമ വന്നതായിട്ട് കാണുന്നുണ്ട്, സത്യവാൻ സാവിത്രി വന്നതായിട്ട് കാണുന്നുണ്ട്, ലങ്കാദഹനം വന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ഹൈന്ദവ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളാണ്. പിന്നെ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ മദ്രാസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും കാണുന്നത് കീചകവധം, തെലുങ്കിലാണെങ്കിൽ ഭീഷ്മപ്രതിജ്ഞ, ഇതൊക്കെ ഈ ഒരു തരത്തിൽ ഹൈന്ദവ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളാണ്. അന്ന് പുരാണങ്ങളെ വെച്ച് സിനിമ പിടിച്ചു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഉദ്ദേശം അന്ധവിശ്വാസം പ്രചരിപ്പിക്കലാണെന്ന് നമ്മൾ കരുതി പോകാൻ കഴിയില്ല. കരുതരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അന്നത്തെ ഒരു പ്രത്യേകത, സിനിമ ആദ്യം വന്നത് ശബ്ദമില്ലാതെയാണ്. ശബ്ദമില്ലാതെ ഒരു സിനിമ നമ്മൾ കളിക്കുമ്പോൾ അതിലൂടെ ഒരു കഥ പറയുമ്പോൾ പുതിയൊരു കഥ കൊണ്ടുവന്നാൽ ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലുള്ള കഥകളെയാണ് അന്ന് സിനിമയാക്കി ചിത്രീകരിക്കാൻ ആളുകൾ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പണി പകുതി കുറയും. അപ്പോൾ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും അല്ലെങ്കിൽ മറ്റു പുരാണങ്ങളിലെയും കഥകളെടുത്തിട്ട് ശബ്ദമില്ലാണ്ട് സിനിമ ചെയ്താലും ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ടാണ് അന്ന് അത് അങ്ങനെയൊക്കെ വരാൻ കാരണം. അന്നൊക്കെ പുരാണങ്ങളിൽ കേന്ദ്രീകരിച്ച് സിനിമ നിർമ്മിക്കപ്പെടാൻ കാരണം എന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ പറയുമ്പോഴത് 100% സത്യമായ ഒരു പ്രസ്താവന ആവുന്നില്ല. കാരണം കേരളം അതിന് ഈ പറഞ്ഞ ജനറലൈസേഷൻ്റെ പുറത്താണ്. കേരളത്തിൽ ആദ്യം വന്ന സിനിമയെ പറ്റി നമുക്ക് അത്യാവശ്യം എല്ലാ സിനിമക്കാർക്കും അറിയാം. വിഗതകുമാരനെ പറ്റി നമുക്കറിയാം. 1928 ആ സിനിമ വരുന്നത്. ഒരിക്കലും JC ഡാനിയലിൻ്റെ നിർമ്മിച്ച് സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സിനിമ ഒരിക്കലും ഒരു പുരാണകഥ ആയിരുന്നില്ല, ഒരു സാമൂഹ്യ പ്രമേയമായിരുന്നു, സോഷ്യൽ ഡ്രാമയായിരുന്നു എന്ന് പറയാം. അപ്പോൾ എന്താ പറയുക, ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ സിനിമ പുരാണങ്ങളിൽ മാത്രം നിന്നപ്പോൾ കേരളത്തിൽ വന്ന സിനിമ വിഗതകുമാരൻ അതൊരു സോഷ്യൽ ഡ്രാമ ആയിരുന്നു. തിരുവനന്തപുരത്ത് അതിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ കാണാതാവുന്നു, ആ കുട്ടി മദ്രാസിൽ പോകുന്നു, പിന്നെ എങ്ങനെയൊക്കെയോ കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു കഥയാണത്. അല്ലാതെ അതിലൊരു പുരാണവും ഇല്ല. അതിൻ്റെ കഴിഞ്ഞ് പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞിറങ്ങിയ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന സിനിമയും ഒരിക്കലും പുരാണമല്ല. അത് CV രാമൻ പിള്ള എഴുതിയ ഒരു നോവലിനെ ആസ്പദമാക്കി തിരുവിതാംകൂറിലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ഒരു സിനിമയാണ്. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലൊരു ശബ്ദചിത്രം ഇറങ്ങുന്നത്. അപ്പോഴും പുരാണമല്ല. ബാലൻ എന്ന സിനിമയും പുരാണമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് 2 കുട്ടികൾ ഒരു ചിറ്റമ്മയുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ അതിജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കഥയായിട്ടാണ് എനിക്ക് ഓർമ്മ തോന്നുന്നത്. അപ്പോൾ ആ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? പുരാണങ്ങളെ ബേസ് ചെയ്യാതെ തന്നെ അവരെന്തുകൊണ്ട് ശബ്ദചിത്രങ്ങളും നിശബ്ദ ചിത്രങ്ങളും എടുത്തു? ഇവിടെ എന്താ മതം ഇല്ലാഞ്ഞിട്ടാണോ? നമുക്കറിയാം, ഒരിക്കലും അല്ല. ഇവിടെ അയിത്തം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയേക്കാൾ കൂടുതൽ കഠിനമായ ഒരു സ്ഥിതിയായിരുന്നു. കേരളത്തിലെ അയിത്തവും ഇവിടുത്തെ ബ്രാഹ്മണിക് ആചാരങ്ങളും എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയെക്കാളും ഭീകരം ആയിരുന്ന കാലത്താണ് നമ്മൾ പുരാണങ്ങളിലേക്ക് പോകാതിരുന്നത്. അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ അന്നത്തെ ആളുകൾക്ക് ഇന്നത്തെക്കാൾ തെളിച്ചം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. യുക്തിബോധം ഉള്ള ആളുകളായിരുന്നു അന്ന് കേരളത്തെ നയിച്ചിരുന്നത്. നാരായണ ഗുരു, അയ്യങ്കാളി, അതുപോലെ തന്നെ പൊയ്കയിൽ യോഹന്നാൻ, മറ്റൊരാൾ മന്നത്ത് പത്മനാഭൻ. അന്ന് അദ്ദേഹം വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. C കേശവൻ, സഹോദരൻ അയ്യപ്പൻ. അവരുടെ ഒരു ചിന്താധാരയ്ക്കാണ് സമൂഹത്തിൽ പ്രാമുഖ്യം ഉണ്ടായിരുന്നത്. മറ്റേ ചിന്താധാര ഇല്ല എന്നല്ല പറയുന്നത്. അതിനാണ് ആളുകൾ പ്രോഗ്രസീവായിട്ട് കണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഗുണമാണ് അന്നത്തെ സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിഗതകുമാരൻ എന്ന സിനിമയിൽ നമ്മൾ നോക്കിയറിയാം, സിനിമയിലെ പ്രതിരോധം എന്ന് പറയുന്നത് അന്ന് തന്നെ തുടങ്ങി. 1928 വിഗതകുമാരൻ എന്ന സിനിമ ഇറങ്ങുമ്പോൾ തന്നെ സിനിമയിലെ പ്രതിരോധം തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് എങ്ങനെയാണത് ആളുകൾ എടുത്തത് എന്ന് നോക്കിയാൽ അറിയാം. ഒരു ദളിത് സ്ത്രീയായ റോസിയാണ്
അതിൽ അഭിനയിച്ചിട്ടുള്ളത്. റോസി അത് അഭിനയിക്കുമ്പോൾ ഏത് വേഷമാണ് അവർ ചെയ്തത്? ഒരു സവർണ സ്ത്രീയുടെ വേഷമാണ് ഒരു ദളിത് സ്ത്രീയെ കൊണ്ട് ചെയ്യിച്ചത്. ഇതുകൊണ്ടാണ് അന്നത്തെ സനാതന ധർമ്മവാദികൾ ഈ സിനിമയെ തല്ലി തകർക്കാൻ, അല്ലെങ്കിൽ അത് സിനിമയുടെ പ്രദർശനം തടയാൻ വന്നത്. അതുപോലെ തന്നെ റോസിയെ നാട് കടത്താൻ ഇടയാക്കിയ സംഭവം എന്ന് പറയുന്നത് ഈ പ്രതിരോധത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു സംഭവമായിട്ട് നമുക്ക് കാണാം. മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ആദ്യത്തെ സിനിമ തന്നെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അബോധമായിട്ട്, ബോധപൂർവം സംഭവിച്ചെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിൻ്റെ കണ്ടന്റിനേക്കാൾ കൂടുതൽ ആരെ നായികയാക്കി, ആ നായികയായ കഥാപാത്രം എന്തായിരുന്നു? അത് സവർണ സ്ത്രീയായിരുന്നു. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴും വളരെ വിരലിൽ എണ്ണാവുന്ന ചില സിനിമകൾ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള സാമൂഹ്യ പ്രമേയങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഞാൻ നോക്കിയപ്പോൾ, ഇതിനു വേണ്ടി തന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് അച്യുത് കന്യ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് 1936 ഇറങ്ങിയിട്ടുള്ളത്. ഒരു ദളിത് പെൺകുട്ടിയും ഒരു ബ്രാഹ്മണ പയ്യനും തമ്മിലുള്ള ഒരു പ്രേമബന്ധം, അതിൻ്റെ തടസ്സമായി ജാതി പ്രവർത്തിക്കുന്നതാണ് അന്ന് ആ സിനിമയിൽ കാണുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ജാതിക്കെതിരെയുള്ള ഒരു പ്രതിരോധം ആദ്യകാലങ്ങളിൽ തന്നെ കേരളത്തിൽ വളരെ വ്യക്തമായും നോർത്ത് ഇന്ത്യയിൽ ഇടയ്ക്കൊക്കെയും വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ കാലത്തായാലും കല്യാണത്തിന് ഏറ്റവും മെയിൻ ജാതി തന്നെയാണ് നമുക്ക് അറിയാം. 100 വർഷം മുമ്പ് തൊട്ട് തുടങ്ങിയതാണ് ജാതിയെ പൊളിക്കാനുള്ള പണികൾ എന്ന് സത്യം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇന്നും 95% വിവാഹങ്ങളും ജാതിയിൽ നിന്ന് തന്നെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ജാതിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല ഇന്നത്തെ കാലത്ത് അടിയന്തരമായി പ്രതിരോധിക്കേണ്ടതായിട്ടുള്ളത്, സിനിമയിലൂടെ പ്രതിരോധിക്കേണ്ടതുള്ളത്. ഒരു ലിസ്റ്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയും എന്തൊക്കെ ഇവിടെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ. നമുക്ക് ഒന്നാമതായിട്ട് ഈ പ്രൊപ്പഗൻഡയാണ്, അതുപോലെ ചരിത്രത്തെ വികലീകരിക്കുന്ന പരിപാടിയാണ് ആദ്യം തന്നെ നമ്മൾ പ്രതിരോധിക്കേണ്ടത്. ചില സിനിമകൾ ചില പ്രത്യേക രാഷ്ട്രീയ അജണ്ടകൾക്കായി ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ജനവിഭാഗത്തെ വില്ലന്മാരായി ചിത്രീകരിക്കുന്ന പ്രൊപ്പഗൻഡ സിനിമകളിൽ വരുന്നുണ്ട്. ഈ സിനിമകളെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ചിലർ പറയുന്നത് ഇത്തരം സിനിമകളെ നിരോധിക്കണം എന്നാണ്. പക്ഷേ അത്തരം സിനിമകളെ നിരോധിക്കുക എന്ന് പറയുന്നത് ഒരു തുറന്ന സമൂഹത്തിൽ ഒരു ആർട്ട് ഫോമിനെ നിരോധിക്കുക എന്ന് പറയുന്നത് തീരെ തുറന്ന സമൂഹത്തിന് യോജിച്ച പണിയല്ല. പകരം കമ്മ്യൂണൽ ഹാർമണി ഉണ്ടാക്കുന്ന കൂടുതൽ സിനിമകൾ പുറത്തു വരേണ്ടതുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ കഥകൾ പറയുന്ന കൂടുതൽ സിനിമകളെ ഇറക്കിക്കൊണ്ട് മാത്രമേ, അതുപോലെ യഥാർത്ഥ ചരിത്രത്തെയും അതുപോലെ തന്നെ മനുഷ്യത്വത്തെയും ഉയർത്തിപ്പിടിക്കുന്ന കണ്ടന്റുള്ള സിനിമകൾ പുതുതായി ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ അത്തരം ഒരു പ്രതിരോധത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയൂ. ഇന്നത്തെ സ്ഥിതിയിൽ വെറുപ്പ് മാത്രം പ്രചരിപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ, മതങ്ങളെ തമ്മിൽ കൂടുതൽ അകറ്റുന്ന സിനിമകൾ, ഇത് മാത്രം വരുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വേണ്ട ഒരു ബാലൻസിങ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരൊറ്റ ടൈപ്പ് സിനിമകൾ മാത്രം വരികയും അതിനെ പ്രതിരോധിക്കുന്ന സിനിമകൾ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ബാലൻസ് തെറ്റുക തന്നെ ചെയ്യും. തെറ്റിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രതിരോധിക്കേണ്ടത്, കേരളത്തിൽ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ് ടോക്സിക് മസ്കുലാനിറ്റി, അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത്. കാർത്തികേയന്മാരുടെ സ്ത്രീ വിരുദ്ധ ഡയലോഗുകൾ, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ, ഇതിനൊക്കെ മഹത്വവൽക്കരിക്കുന്ന സിനിമകളെ പ്രതിരോധിക്കേണ്ടതുണ്ട്. കേരളം ഒരു പടി ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. ഇന്ന് രഞ്ജിത്തിൻ്റെ സിനിമകൾക്ക് സർവാത്മന ആരും സ്വാഗതം പറയുന്നില്ല. അവർ ചോദിക്കുന്നുണ്ട്, ഇത് ശരിയല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. കാർത്തികേയൻ്റെ ഡയലോഗുകളെയൊക്കെ ഒരുപാട് വിമർശിക്കുന്ന ചെറുപ്പക്കാർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. വലിയ ബുദ്ധിജീവികളൊന്നുമല്ല, സാധാരണ ചെറുപ്പക്കാരെ തന്നെ, ജൻസി തന്നെ അത്തരം ഡയലോഗുകളെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കുറേയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ലിംഗസമത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകൾ ഒരു പ്രതിരോധത്തിൻ്റെ
ഭാഷയുമായി ഇവിടെ കൂടുതൽ ഇറങ്ങേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്തതായി നമ്മൾ മുമ്പ് പറഞ്ഞ ജാതീയത എന്നൊരു പ്രശ്നത്തെ പ്രത്യേകിച്ച് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഈ മുമ്പ് പറഞ്ഞ കല്യാണത്തിൻ്റെ കാര്യം മാത്രമല്ല ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഉയർന്ന ജാതിയിലുള്ള നായകന്മാരെ മാത്രം രക്ഷകരായി കാണുന്ന കഥാപാത്രങ്ങളെ ഉണ്ടാക്കുക. അതുപോലെ ദളിത് ആദിവാസി വിഭാഗങ്ങളെ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളൊക്കെ എപ്പോഴും അവരൊക്കെ നിസ്സഹായരായ മനുഷ്യർ അല്ലെങ്കിൽ കുറ്റവാളികൾ എന്ന രീതിയിൽ സിനിമയിൽ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുക. അപ്പം ഇതൊക്കെ ഒരു പഴയ സിനിമാ ശീലങ്ങളാണ്. അതിനെ നമ്മൾ പ്രതിരോധിച്ച മതിയോ? തമിഴ്നാട് ഇതിൽ വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. പാ രഞ്ജിത്തിൻ്റെ സിനിമകൾ, കാല എന്ന് പറഞ്ഞ രജനീകാന്തിന് വെച്ച് തുടങ്ങിയ സിനിമകൾ മുതൽ തന്നെ ആ ഒരു വഴിക്ക് അവർ സഞ്ചരിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇപ്പം കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ വാഴ 2 എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത് സാധാരണ ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികളാണ് അതിൽ നായകന്മാരായിട്ട് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒരു പ്രതിരോധ രാഷ്ട്രീയം എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ കഴിയും. അതിൻ്റെ ഒരു പ്രത്യേകത അത് ജനങ്ങൾ കൂടുതൽ കണ്ടു എന്നുള്ളതാണ്. ആ സിനിമ, അതായത് വാഴ 2 പോലുള്ള സിനിമകളുടെ ഒരു പ്രത്യേകത, നമ്മൾ ജനങ്ങൾ കാണുക എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അവരുടെ രൂപം അല്ലെങ്കിൽ അവർ പ്രതിനിധീകരിക്കുന്ന അവരുടെ സമൂഹത്തിൽ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, അവരുടെ കുടുംബങ്ങളുടെ സ്ഥിതി, അതിൽ നിന്ന് ആ കുട്ടികളെ എടുത്തിട്ട് നായകന്മാരാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. അതൊരു വലിയ മാറ്റം തന്നെയാണ് എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയുകയാണ്. പിന്നെ നമ്മൾ പ്രതിരോധിക്കേണ്ട മറ്റൊരു കാര്യം കോർപ്പറേറ്റ് വികസന മാതൃകകളാണ്. വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത്, പ്രായോഗികമായിട്ട് കാണുന്നത്, സാധാരണക്കാരുടെ ഭൂമിയും അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളും കയ്യേറുന്ന തരത്തിലുള്ള ഒരു വികസന മോഡലിനെ ഭയങ്കരമായിട്ടൊരു നാടിൻ്റെ വികസനമായി ചിത്രീകരിക്കുന്ന സിനിമകളാണ് ഇവിടെ ഇറങ്ങുന്നത്. അപ്പം നമ്മൾ പ്രതിരോധത്തിൻ്റെ രീതിയിൽ സിനിമകൾ ചെയ്യുമ്പോൾ ഇതിന് ഈ ഇത്തരം കോർപ്പറേറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂട വ്യവസ്ഥകളെ തന്നെ ചോദ്യം ചെയ്യുന്ന സിനിമകൾ ഉണ്ടാകണം. അതിന് നമ്മൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകളിലേക്ക് നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്യണം. അതുപോലെ പരിസ്ഥിതിയുടെ പക്ഷത്ത് നിൽക്കുന്ന കാഴ്ചപ്പാടുകളെ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമായിട്ട് നമ്മൾ കാണുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ പ്രതിരോധിക്കേണ്ടത് ചില സാംസ്കാരികമായ അധിനിവേശത്തെയാണ്. ഒരു പ്രത്യേക ഭാഷയുടെ അധിനിവേശം, നമ്മളിപ്പോൾ ഹിന്ദിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു അധിനിവേശം, അത് സിനിമകളിലൂടെ നടപ്പാവുന്നുണ്ട്. ഒരു സംസ്കാരം ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ ഒരു അധിനിവേശം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഫെയർനെസ് ഉള്ള മനുഷ്യരാണ് ശ്രേഷ്ഠർ എന്ന തരത്തിലുള്ളൊരു സന്ദേശം നമുക്കിവിടെ സിനിമകൾ കൊണ്ടുവരാറുണ്ട്. ഇതൊക്കെ തടയുന്ന രീതിയിലുള്ള ഒരു സിനിമാ സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യരുടെ വൈവിധ്യങ്ങൾ, അവരുടെ പ്രാദേശികമായിട്ടുള്ള ഭേദങ്ങൾ, അതിനൊക്കെ ബഹുമാന പുരസ്പരം കാണിക്കുന്ന സിനിമകളാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പിന്നെ സിനിമയിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതികരിക്കേണ്ടത് ഈ ഫാസിസ്റ്റ് ചിന്താഗതികളാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും വിയോജിക്കുന്നവരെയും രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകൾ ഇവിടെ വരുന്നു. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നടത്തുന്ന, വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നടത്തുന്ന ഭരണാധികാരികളെ എന്താ പറയുക, വലിയ തോതിൽ പ്രശംസിക്കുന്ന, പുകഴ്ത്തുന്ന, അവരൊക്കെ ഒരു വലിയ സംഭവങ്ങളായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകൾ ഇവിടെ വരുന്നു. മോദിയെ, ഷായെ അല്ലെങ്കിൽ പിണറായി വിജയനെ, ഇവരെയൊക്കെ എന്തൊക്കെയോ വലിയ സംഭവങ്ങളാക്കി അവതരിപ്പിക്കുന്ന, സ്തുതിക്കുന്ന സിനിമകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കേണ്ടത്? നമ്മൾ ഒരു തുറന്ന സമൂഹത്തിൽ ജനാധിപത്യ മൂല്യങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന സിനിമകൾ കൊണ്ട് മാത്രമേ ഇത്തരം നെഗറ്റീവായിട്ടുള്ള സിനിമകളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ വലിയ പണിയാണ് എന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമ്മൾ ഒരു സെമിനാറിൻ്റെ ടോപ്പിക്കായിട്ട് സമകാലിക സിനിമയും പ്രതിരോധ രാഷ്ട്രീയവും എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പണി, പ്രതിരോധ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വലിയ പണി തന്നെയാണ്. പണി ബാക്കി കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് എടുക്കാൻ നമുക്ക് കഴിയില്ല. പ്രതിരോധിക്കുന്നവർ വളരെ കുറവാണ്. അനുരോധിക്കുന്നവരും നെഗറ്റീവായുള്ള കണ്ടന്റുകൾ സിനിമകളാക്കുന്നവരുമാണ് ഇന്ന് ഇന്ത്യയിൽ കൂടുതൽ.
വിളവ് കുറേ ഉണ്ട്, പക്ഷേ കൊയ്ത്തുകാർ ചുരുക്കം എന്ന് യേശു പറഞ്ഞതുപോലത്തെ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളൂ. കേരളത്തിലെ സ്ഥിതിയല്ല, ഇന്ത്യയിലെ സ്ഥിതി. വളരെ കുറച്ച് പ്രതിരോധ സിനിമകൾ എടുക്കുന്നവർ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരുമാതിരി ഓൾമോസ്റ്റ് എല്ലാവരും നെഗറ്റീവ് കണ്ടന്റാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്. പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിറങ്ങുന്ന മുഴുവൻ സിനിമകളും നെഗറ്റീവാണ്. പാൻ ഇന്ത്യൻ എന്ന് കേട്ടാൽ തന്നെ ഉറപ്പിച്ചോളൂ, അത് ഈ സൊസൈറ്റിക്ക് പറ്റിയ സിനിമകളെ അല്ല. ബാഹുബലി പോലെ ആളുകളെ ഒരു തരത്തിൽ അധികാരത്തിന് വിധേയർ ആക്കുന്ന, അങ്ങനെ ആക്കി ആളുകളുടെ മനോഘടനയെ മാറ്റുന്ന സിനിമകളാണ് ഇവിടെ. കേസരി പോലുള്ള സിനിമകൾ, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സിനിമകൾ. ശങ്കരൻ നായരുടെ ചരിത്രമൊക്കെ ഏകദേശം ഇവിടുത്തെ ഹിന്ദുത്വ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള പാൻ ഇന്ത്യൻ സിനിമകളാണ് ഇവിടെ വരുന്നത്. രാമൻ്റെ കഥ പറയുന്ന, കൃഷ്ണൻ്റെ കഥ പറയുന്ന സിനിമകളാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10-12 സിനിമകൾ ഒരു വർഷം ഇതുപോലത്തെ കാണുന്നവരാണ് നമ്മുടെ വടക്കേ ഇന്ത്യൻ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കണ്ടാൽ, ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ് അവർക്ക് പശുവിനെ പൂജിക്കാനും അതിൻ്റെ മൂത്രം കുടിക്കാനും ഒക്കെ തോന്നുന്നത്. അതുപോലെ തന്നെ പശുവിനെ തിന്നുന്നവരെ തല്ലിക്കൊല്ലാനും തോന്നുന്നത്. ഇതുപോലത്തെ സിനിമകളാണ് അവരെ നിർണയിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ യുക്തിബോധം പോയിട്ട് എന്താ പറയുക, ഉള്ള യുക്തിബോധം പോലും എടുത്തു കളയുന്ന സിനിമകളാണ് നമ്മൾ കാണുന്നത്. ഇതിനൊക്കെ ഒരു അന്ത്യം എന്നുണ്ടാവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 50 കൊല്ലത്തേക്ക് ഒരു പ്രതീക്ഷയും വേണ്ട എന്നാണ്. പ്രതിരോധ സിനിമകൾ ഒരുപാട് ഇറങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ സ്ഥിതി നമ്മുടെ സമൂഹമൊക്കെ മെച്ചപ്പെട്ടേക്കാം. പക്ഷെ അതിൻ്റെ ഒരു ലക്ഷണമൊന്നും ഇവിടെ യാതൊരു തരത്തിലും ദൃശ്യമല്ല എന്നുള്ളതാണ് നിർഭാഗ്യം. ലേശം ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനൊക്കെ സിനിമ എടുക്കുമ്പോൾ കുറച്ച് പ്രതിരോധ കണ്ടന്റുള്ള സിനിമകൾ നോക്കി എടുക്കാറുള്ളത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരുപാട് പേര് ഈ വഴിയിലൂടെ വന്ന് അതിൽ കുറച്ച് സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടാൽ അതൊരു പക്ഷേ ഈ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാക്കും എന്ന്. അതിനൊക്കെ ഞാൻ കരുതുന്നത് ഒരു 19 വർഷം എടുക്കും. അത് കാണാനൊന്നും നമ്മളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മുടെ സമൂഹത്തിൽ പ്രോഗ്രസീവായ ആശയങ്ങൾക്ക് എന്ന് മുൻതൂക്കം കിട്ടുന്നു അന്ന് മാത്രമേ നമ്മുടെ ഇന്ത്യൻ സമൂഹം സിവിലൈസ്ഡ് ആകൂ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകും. വേറെ ഒരു നിവൃത്തിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അത് പറയാതിരിക്കാനാവില്ല. നന്ദി സജീവൻ. JC ഡാനിയലിൻ്റെ വിഗതകുമാരനിലെ ദളിത് നായികയെ തല്ലിയോടിച്ച ആ കാലത്തിൽ നിന്ന് നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ചെറിയൊരു സംക്ഷിപ്തമായിട്ടുള്ളൊരു വിവരണം സജീവൻ തന്നു. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമുക്കിനിയും പ്രതീക്ഷിക്കാം നമ്മുടെ യുവതലമുറ എടുക്കുന്ന സിനിമകളിലെല്ലാം മാറ്റങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങളിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രതിരോധം പ്രത്യേകമായിട്ട് കാണിക്കുന്ന സിനിമകൾ ഇനിയും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സജീവൻ്റെ സംഭാഷണത്തിന് നന്ദി.